1977 സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം വന്നതിന് ശേഷം ഈ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 4 തവണ അല്ലെങ്കിൽ 4ാം തവണ MLA ആയി വിജയിച്ചിരിക്കുകയാണ് ശ്രീ IC ബാലകൃഷ്ണൻ. ഒരുപാട് വിവാദങ്ങൾ ഇത്തവണ ഉണ്ടായെങ്കിലും അതിനെയെല്ലാം മൗനമായി നേരിട്ടുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിലും 5000 വോട്ട് കൂടുതൽ നേടിക്കൊണ്ട് വിജയിച്ചിരിക്കുകയാണ് ശ്രീ IC ബാലകൃഷ്ണൻ. അദ്ദേഹം നമ്മോടൊപ്പം കൊണ്ട് നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. ഒരുപാട് വിവാദങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായി. പക്ഷേ ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ വമ്പിച്ച വിജയത്തോടെ MLA ആയി വന്നിരിക്കുന്നത്. എന്താണ് തോന്നുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർ, പ്രാദേശികരുണ്ട് പ്രവർത്തകരെല്ലാവരും വളരെ സജീവമായി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല, വോട്ടർമാരെ സാധാരണ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4ാം തവണയും വരുമ്പോൾ പ്രചരണ പരിപാടികൾക്കിടയിൽ ഇവിടെ എന്താണ് സാർ ചെയ്തത് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത്തരം ചോദ്യങ്ങളൊന്നും സമൂഹത്തിൽ നിന്നും ഉയർന്നു വരാത്ത രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രചരണ പരിപാടിയിൽ അങ്ങനെയുള്ളൊരു ചോദ്യം ഉണ്ടാകാത്തത്. അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാനിവിടെ ജനവിധി തേടുമ്പോൾ അത് എൻ്റെ വിജയത്തിന് അനുകൂലമായിട്ടാണ് ഞങ്ങൾ അത് കണ്ടത്. ആ വിജയമാണ് ഇന്നലെ ആഘോഷമായി മാറിയത്. തീർച്ചയായും ഞാൻ ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു നിയമസഭാ മണ്ഡലം അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം 4ാം തവണ, അതായത് ഇതിൻ്റെ ഒരു ചരിത്രമാണത്, 4ാം തവണ അതേ സ്ഥലത്ത് തന്നെ MLA ആയി വന്നിരിക്കുകയാണ്. ആ ഒരു സന്തോഷം അതെങ്ങനെയാണ് വന്നത്? അത് വലിയ സന്തോഷമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷകൾക്കപ്പുറത്ത് ഏറ്റെടുക്കുന്ന ദൗത്യം ഓരോ ദിവസങ്ങൾ ചെയ്യുമ്പോൾ അത് സത്യസന്ധതയുള്ളതാണോ, നേരിൻ്റെ വഴിക്കാണോ എന്ന് ഞാൻ വിലയിരുത്താറുണ്ട്. സത്യസന്ധത വിട്ട് അല്ലെങ്കിൽ നേരിൻ്റെ വഴിക്കല്ലാതെ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ അത് ഞാൻ അന്ന് തിരുത്തി ഓരോ സ്റ്റെപ്പും അങ്ങനെ തിരുത്തി ഓരോ സംസാര രീതിയും ഇടപെടലും ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണ് 4ാം ടൈമിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ, വോട്ടർമാർ എന്നെ വിജയിപ്പിച്ചു. തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്ത് വിവാദം ഉണ്ടാകുമ്പോഴും അതിനെ പ്രതികരിക്കാതെ ഒരു മൗനത്തിലൂടെയാണ് അതിനെ നേരിടുന്നത്. അതെന്താണ് ഇതിൻ്റെ ഒരു മനസ്സിൽ? അല്ല, ഞാൻ ചോദിക്കട്ടെ, വെറുതെ ഈ ഓരോരുത്തർ ഈ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ആ പ്രചരണങ്ങൾക്ക് മറുപടി പറയില്ലല്ലോ നമ്മുടെ ദൗത്യം. നമുക്കല്ലാതെ എന്തൊക്കെ പണികളുണ്ട് ഈ ഫീൽഡിൽ. ഈ ആരോപണങ്ങൾ വരുന്നതിനൊക്കെ മറുപടി പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു മറുപടി പറയുന്ന ഒരു ശൈലി എന്നെ സംബന്ധിച്ചില്ല. കാരണം മറുപടി പറയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടതാണ് ജനങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. അതിന് പറയുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അവർ പറയുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും താങ്കളുടെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ വിശ്വസിച്ചാണ് വീണ്ടും താങ്കളെ MLA ആക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ വയനാടിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, രാത്രി യാത്രാ നിരോധനം, അതുപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് പേരിനുള്ളൊരു മെഡിക്കൽ കോളേജാണുള്ളത്. ഇപ്പോഴും അവിടെ ഒരു ജില്ലാ ആശുപത്രിയുടെ സെറ്റപ്പ് പോലും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഇനി എന്താണ് മുന്നോട്ട് ചെയ്യാനുള്ളത്? അല്ല, അതിപ്പോൾ ഗവൺമെൻറ് വന്നതിന് ശേഷം ഗവൺമെൻറ് വരുമല്ലോ, ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി മന്ത്രിസഭയൊക്കെ വന്നതിന് ശേഷം വളരെ ഗൗരവത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് KPCCയും ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും അടക്കമിരുന്ന് സംസാരിച്ച് ഓരോ ജില്ലയിലുള്ള കാര്യങ്ങൾ അതങ്ങനെയാണല്ലോ അതിൻ്റെ കീഴടക്കം ജില്ലയിലെ UDFും പാർട്ടിയുമായി ആലോചിച്ച് അതിനൊരു റൂട്ടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായും താങ്കളുടെ കഴിഞ്ഞ ഭരണസമിതിയിലും താങ്കൾ ഏറ്റവും ആവശ്യപ്പെട്ടുള്ള ഒരു ഗവൺമെൻറ് കോളേജ് എന്നുള്ളതാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും ഒരുപക്ഷെ ഭരണം മാറിയതുകൊണ്ട് അത് നടത്താൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ താങ്കളുടെ കയ്യിൽ ഭരണം കിട്ടിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു എഫർട്ട് എടുക്കും. ഞാൻ അന്നേ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി ഗവൺമെൻറ് കോളേജാണ്. ഭാവി തലമുറയാണ് വളർന്നു വരേണ്ടത്.
പഠന വിദ്യാർത്ഥികൾ ഉയർന്നു വരണം. അവർ മറ്റുള്ള ദേശങ്ങളിലേക്ക് പോകരുത്. ഇവിടെ മാനേജ്മെൻറ്റ് കോളേജുകളുണ്ട്. അതിനിടയ്ക്ക് ഒരു ഗവൺമെൻറ് കോളേജ് വന്നതിനെ കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ നമ്മുടെ മാനേജ്മെൻറ്റ് കോളേജുകളിലൊക്കെ നിരവധി കുട്ടികൾ പോകുന്നുണ്ട്. അതിൽ സീറ്റ് ലഭിക്കാത്ത പല കുട്ടികളും ഒഴിഞ്ഞു പോകുന്നുണ്ട്. അവർക്കൊക്കെ പഠിപ്പിക്കേണ്ടത് അതിനുള്ള സൗകര്യങ്ങൾ ഒരു സംശയമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് കോളേജിന് വളരെ വ്യക്തമായുള്ള പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. മുന്നോട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, അതിനുശേഷം DCC പ്രസിഡന്റ്, KPCC അംഗം, അതുപോലെ തന്നെ 2-3 തവണയായിട്ട് MLA ആയി. ഒരു പക്ഷേ ഈ ഒരു സീനിയർ MLA എന്ന നിലയിൽ കൂടി ഒരു മന്ത്രിസ്ഥാനം അങ്ങേക്ക് ലഭിക്കേണ്ടതാണ് എന്ന് ജനങ്ങൾ പറയുന്നു. എങ്ങനെ കാണുന്നത്? അല്ല, ജനങ്ങൾ പറയുന്നത് നേതാക്കൾ കേൾക്കുമല്ലോ. ജനങ്ങൾ പറയുന്നത് നേതാക്കൾ കേൾക്കുമല്ലോ. കേൾക്കാൻ മനസ്സുള്ള നേതാക്കളാണ് നമ്മുടെ നേതാക്കൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ജനഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും ഞങ്ങളുടെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ ജനങ്ങൾ പറയുന്ന, കാരണം ഇത്ര സീനിയറായ ഒരാൾ, പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും വളർന്നു വന്ന ഒരാൾ, അപ്പോൾ പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അങ്ങനത്തെ ഒരു വകുപ്പുണ്ടല്ലോ. ആ വകുപ്പ് നമുക്ക് ആ വകുപ്പ് അല്ലെങ്കിൽ ഏത് വകുപ്പും ആകാം. അല്ല, ആ വകുപ്പാണ് പ്രയോറിറ്റൈസ് ചെയ്ത് ആ വകുപ്പും ഉപവകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പരിഗണിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. പിന്നെ നേതാക്കളാണ് അത് തീരുമാനമെടുക്കേണ്ടത്, പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. തീർച്ചയായും അത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾക്കുമുള്ളത്. കാരണം 4 ടേമിലെ ഒരു MLA എന്നുള്ള രീതിയിൽ അതിലുപരിയായി താങ്കൾ നല്ലൊരു പ്രവർത്തകൻ എന്നുള്ളൊരു പേര് നേടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മന്ത്രി വയനാടിന് ആവശ്യമാണ്. താങ്കളിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കങ്ങനെ എന്താ പറയുക, പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാം. തീർച്ചയായും വാഗ്ദാനങ്ങൾ നൽകുകയല്ലാതെ പാലിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം അവർ ഒരിക്കലും പാർട്ടി നോക്കിയിട്ടല്ല വോട്ട് ചെയ്തത്. നമ്മൾ സാധാരണ പറയും ഇലക്ഷന് മുമ്പ് ജനങ്ങളെ കാണുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ പോകും. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങൾ നേരെ ജനപ്രതിനിധിയെ തേടി വരികയാണ് ചെയ്യുന്നത്. പക്ഷെ അതിലുപരിയായി വീണ്ടും അവരുടെ കൂടെ രംഗത്തിറങ്ങാനല്ലേ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്. അതായിരിക്കുമോ താങ്കളിൽ നിന്ന് കിട്ടുക? അല്ല, തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയാണല്ലോ. ഞാൻ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ മാത്രമല്ലല്ലോ, ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം രാഷ്ട്രീയ പ്രവർത്തനം നടന്ന് പ്രവർത്തിച്ച പാരമ്പര്യമുള്ളൊരു വ്യക്തിക്ക് കൂടുതൽ നടക്കാനും കഴിയും, പ്രവർത്തിക്കാനും കഴിയും. പിന്നെ ഇപ്പോൾ MLA നിലയ്ക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് വാഹന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും വാഹനങ്ങളില്ലല്ലോ. KSU പ്രവർത്തനമുള്ള സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ പ്രവർത്തക ഘട്ടത്തിൽ DCC പ്രസിഡൻ്റായ സമയത്ത് വാഹനം ഉണ്ടായിരുന്നു. പാർട്ടി ഏൽപ്പിച്ച എല്ലാ ദൗത്യവും ഉത്തരവാദിത്തങ്ങളും വളരെ കൃത്യമായി, അതിൻ്റെ എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. പാർട്ടി ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ ഘട്ടം വരെ ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റായ സമയത്തും, അതോടൊപ്പം തന്നെ DCC പ്രസിഡൻ്റായ സമയത്തും, ആദിവാസി കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായ സമയത്തും, ട്രൈബൽ അഡ്വൈസർ ബോർഡായ സമയത്തും, അതോടൊപ്പം തന്നെ ടെലിഫോൺ അഡ്വൈസർ ബോർഡ് മെമ്പറായ സമയത്തും, സിൻഡിക്കേറ്റ് മെമ്പറായ സമയത്തും, കാർഷിക സർവകലാശാല എക്സിക്യൂട്ടീവ് മെമ്പറായ സമയത്തും ഒക്കെ ഏൽപ്പിച്ച തത്വം വളരെ കൃത്യമായി അഴിമതി ദുരിതമാണ്. വളരെ പെട്ടെന്ന് പടിവാതിക്കൽ സേവനം എന്നതുപോലുള്ള ഇടപെടലുകൾ. തീർച്ചയായും താങ്കളുടെ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ അതിഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.